ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ കലോത്സവവും സ്പോർട്സ് ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്ത് തലയിൽ ഇടുത്തി വീഴുന്ന പോലെ നിങ്ങളുടെ പബ്ലിക് എക്സാം ഡേറ്റ് വന്നു. നിങ്ങൾ +1 ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാമിന്റെ ഡേറ്റ് ഒഫീഷ്യലി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഓൾമോസ്റ്റ് 15ഓളം ദിവസം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം +1 എക്സാം നടന്നതിനേക്കാൾ നേരത്തെ, അതും 15ഓളം ദിവസം മുന്നെയാണ് ഇത്തവണ എന്ത് ചെയ്യുന്നത്, +1 എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, +1 പബ്ലിക് എക്സാം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 5-നാണ്. കഴിഞ്ഞ വർഷം അത് മാർച്ച് 20-ഓ 21-നോ ശേഷമായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മുട്ടം പണിയാണ്. പഠിക്കാൻ തുടങ്ങിക്കോ. ഇനി ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഇനി ദിവസങ്ങൾ കൂട്ടി നോക്കുക, ഒരുപാട് ദിവസങ്ങളില്ല. പിന്നെ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഒരു മോഡൽ എക്സാമും +1-നുണ്ട്. അതായത് ഫെബ്രുവരി 16 മുതൽ 26 വരെ നിങ്ങൾക്ക് മോഡൽ എക്സാമാണ്. അപ്പോൾ അതിനൊക്കെ അർത്ഥം പലരും വിചാരിക്കുന്നത് മാർച്ച് വരെ നമുക്ക് പഠിക്കാൻ സമയമുണ്ടെന്നാ. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളെ സ്കൂളിൽ മോസ്റ്റ് പ്രോബബ്ലി എപ്പോൾ തീരുവോ അറിയാം മക്കളെ, നിങ്ങളെ സ്കൂളിൽ ഫെബ്രുവരി 1st വീക്കിൻ്റെ മുമ്പ്, മേ ബി ജാനുവരിയിൽ അവർ മുഴുവൻ പാഠവും പഠിപ്പിച്ച് തീർക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇപ്പോഴത്തെ നിലവാരം ആലോചിക്കുക. എല്ലാവരും അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം തന്നെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്കൂൾ എത്ര ചാപ്റ്റർ ഇപ്പോൾ ആയിട്ടുണ്ട്? ഫിസിക്സിൽ 14 പാഠം നമുക്ക് പഠിക്കണം. എന്നത്തേക്ക് ജാനുവരി 31 തീർക്കേണ്ടി വരും. അവർ തീർക്കും. നിങ്ങളെ പഠിപ്പിച്ച ഇതുവരെ ഇല്ല. ഇനി ഇത്രയും മാസം ഇത്ര ചാപ്റ്റർ പഠിച്ചുള്ളൂ. ഇനിയുള്ള 2 മാസം കൊണ്ട് അത്ര ചാപ്റ്റേഴ്സ് പഠിപ്പിക്കും സ്കൂളിൽ. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ നിലവാരം എത്ര ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പണിയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇനി ടീച്ചേഴ്സിന് എന്തായാലും റെസ്റ്റ് ഇല്ല. ടീച്ചേഴ്സ് ഇനി എങ്ങനെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് പാഠം തീർക്കും. മേ ബി ഈവനിങ്ങും മോർണിംഗ് ക്ലാസ് ഒക്കെ വെക്കും. പാഠം അവർ ജാനുവരി ആകുമ്പോൾ ഉറപ്പായിട്ടും തീർക്കും. ഏത് സ്കൂളിലായാലും തീർക്കും. നിങ്ങൾക്കിനി പഠിക്കാം. നിങ്ങൾക്കിനി സമയമില്ല, സത്യം പറഞ്ഞാൽ സമയമില്ല. ഇനി മനസ്സിലാക്കി പഠിക്കുക. അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും സ്കൂൾ വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം പാഠം തീർക്കണ്ടേ, അവർ മാക്സിമം തീർക്കും. അപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ പാഠങ്ങൾ തീർത്ത സ്കൂളാണ്, നല്ല റിവിഷൻസ് കിട്ടും. അല്ലാത്തവർക്ക് റിവിഷൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ലത് ഒരു പച്ചയായ സത്യമാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കാൻ വേഗം തയ്യാറെടുക്കുക, വേഗം ഒരുങ്ങുക. ക്രിസ്മസ് എക്സാം അതിന് മുമ്പുള്ള ഒരു കടമ്പുണ്ട്. ആ ക്രിസ്മസ് എക്സാമിനെ നിങ്ങൾ സീരിയസ് ആവുക. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് തരും. ക്രിസ്മസ് എക്സാമിന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് എഡ്യൂപോർട്ട് പ്രീ ബൂസ്റ്റർ എന്ന് പറയുന്ന ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ബാച്ചിൽ നമ്മൾ ക്രിസ്മസ് എക്സാം ഇനീഷ്യൽ ടാർഗറ്റ്, ക്രിസ്മസ് എക്സാമിൻ്റെ മുഴുവൻ ടോപ്പിക്സും നമ്മൾ നവംബറിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തീർത്തു തരും, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്. അതിനുശേഷം നമ്മൾ ഡിസംബർ എക്സാം എഴുതിയതിനു ശേഷം ജാനുവരി 2nd വീക്ക് ഓർ 3rd വീക്ക് ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഫുൾ ടോപ്പിക്സ് സ്കൂളിൽ തീരുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരും. ധൈര്യമായിട്ട് ജോലി ചെയ്യാം. കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടുക. ഏറ്റവും കുറഞ്ഞ സമയത്തിൻ്റെ ക്ലാസ്സാണ്. ഏറ്റവും ബെസ്റ്റാണ്. ന്യൂമറിക്കൽസ് ആയാലും ഡെറിവേഷൻസ് ആയാലും എന്ത് തന്നെ ആയാലും, ഈവൻ ബേസിക്സ് പോലും സെറ്റാക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇതിനാകെ ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ളത് ആകെ കുറഞ്ഞ ദിവസമാണ്. ഈ ദിവസം നിങ്ങൾക്ക് ആകെ അടയ്ക്കേണ്ട ഫീസ് 4299 മാത്രമേ ഉള്ളൂ. അപ് ടു മാർച്ച് ഫൈനൽ എക്സാം വരെ നിങ്ങൾക്ക് മുഴുവൻ സപ്പോർട്ടും ഗൈഡൻസും മെൻറ്റർഷിപ്പും ഒക്കെ കിട്ടാൻ വെറും 4299 രൂപ മാത്രമേ നിങ്ങൾക്ക് അടയ്ക്കേണ്ടതുള്ളൂ. ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഞാൻ പറയാം, താഴെ കാണുന്ന ലിങ്ക് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യാൻ, നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നവംബർ 4-നാണ് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇനി നിങ്ങൾക്കൊരു ഉഴപ്പുന്ന പരിപാടിയോ റെസ്റ്റ് ചെയ്യുന്ന പരിപാടിയോ നിങ്ങൾ വല്ലാണ്ട് വേണ്ട. ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. ഇപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് പഠിക്കാനുള്ള ആ ഒരു സീരിയസ് മൂഡിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് മാറാന്നുള്ളത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പേടിക്കേണ്ട. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും.